buddy. Where are you going? Hi buddy, actually I am planning to visit Mata. If you're up for a challenge, I have even crazy route. Yeah, sure. Let's go. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഓഫ് റോഡ് പോകുവാണ് UAE വന്നതിന് ശേഷം. പാറമടകളുടെ ഇടയിലൂടെ നമ്മൾ ഇനി സഞ്ചരിക്കുന്നതാണ്. Alright guys, good morning. സമയം രാവിലെ 4:30. വെൽക്കം ടു പാർട്ട് 2 ഓഫ് ഇൻ്റർസെപ്റ്റർ ബെയർ 650. രാവിലെ എണീറ്റിട്ട് ഒരു നാവൊക്കെ അങ്ങ് വഴങ്ങുന്നേ ഉള്ളൂ. വിഷ്ണു ബ്രോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ മീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഷാർജയിലെ ഒരു കോർഫുഖാൻ ഭാഗത്തുള്ള ഒരു ചെറിയ കുഞ്ഞു ഓഫ് റോഡ് സ്ഥലത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. വണ്ടിയുടെ ഹൈറ്റ് ഈസ് മാനേജബിൾ. നമ്മൾ ഹിമാലയം പറഞ്ഞ പോലെ തന്നെ ഫുട് പാക്ക് കയറി ഇരുന്ന് പോകേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് കാല് എടുത്തു വെച്ചിട്ട് പോകാൻ പറ്റുന്നു. സോ ലെറ്റ്സ് ഗോ. ഇതൊരു കുഞ്ഞു വണ്ടിയായിട്ട് തോന്നുന്നു കേട്ടോ. എണീറ്റേ ഉള്ളൂ. നമ്മുടെ എന്താ പറയുക, ബോഡിയൊക്കെ ഒന്ന് വഴങ്ങി വരുന്നേ ഉള്ളൂ. വണ്ടിയുടെ സസ്പെൻഷൻ നല്ല സ്റ്റിഫാണ്. നടുവൊക്കെ ഒന്ന് ഫ്ലെക്സിബിളായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ വണ്ടി കയറി പോറായി. Alright guys, good morning. മിറർ ശരിയാക്കണ്ടല്ലോ. പക്ഷെ മിറർ ലൂസ് ആവുകയാണ്. അതാണ് ഒരു വെല്ലുവിളി ഉള്ളത്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ചെറിയ കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ബാലൻസിങ് ഒന്ന് ശരിയാവാനുണ്ട് ഈ ചെറിയ സ്ലോ ആയിട്ട് പോകുമ്പോൾ. തണുത്ത കാറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, വെരി ഏർലി മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഫസ്റ്റ് സ്റ്റോപ്പ് പെട്രോൾ സ്റ്റേഷൻ പോയത് പമ്പിൽ. ഇവിടെ താഴെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ഇപ്പോൾ റിസർവിലാണ് വണ്ടി ഉള്ളത്. നന്നായിട്ടൊന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം. എണ്ണ അടിച്ച് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ടു എന്തായിരുന്നു പറയുക, ഷീഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്, ഷീഷ് റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഷീസ് റെസ്റ്റ് ഏരിയ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം വെച്ച് പിടിക്കുന്നത്. എന്നിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഉള്ളിലോട്ടൊരു 10-13 കിലോമീറ്റർ ഉള്ളിലോട്ട് ടാറിടാത്ത കുറച്ച് ചെറിയ വളരെ മൈൽഡ് ഓഫ് റോഡും വാട്ടർ ക്രോസിങ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് അത് ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങും. നല്ല തണുത്ത കാറ്റാണ്. ഇതിൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് കണക്ട് ചെയ്തില്ല. ഇതിൽ അതായത് ഫോൺ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ടെസ്റ്റ് ചെയ്യണം ഇന്ന്. പിന്നെ ഹൈവേ സ്പീഡ് ഇന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് ഹൈവേയിൽ കയറണം. അതുകൊണ്ട് ഹൈവേ സ്പീഡും ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ കാര്യം മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എഗെയിൻ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ആണ്. ഈ വണ്ടി നമ്മുടെ UAEയിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ആണോ എന്നറിയാൻ. സോ ഫാർ ഞാൻ യൂസ് എടുത്തിടത്തോളം ഹൈവേ ഭാഗം ഒഴിച്ച് ബാക്കി ഞാൻ നോക്കിയെടുത്തോളം ഇത് പ്രാക്ടിക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് റൈഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ റൈഡോടെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ബാക്കി എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്, ബാക്കി എന്തെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ റൈഡിൽ മനസ്സിലാവും. സോ നമുക്ക് നേരെ ഇനി പെട്രോൾ പമ്പ് പിടിക്കാം. പെട്രോൾ പമ്പ് പിടിച്ച് കഴിഞ്ഞ് അവിടുന്ന് വിഷ്ണു ബ്രോ ജോയിൻ ചെയ്തിട്ട് ബാക്കി നമുക്ക് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളിത് പെട്രോൾ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ഈ പെട്രോൾ പമ്പിൻ്റെയാണ് എൻ്റെ കാൽക്കുലേഷൻ ശരിയാണ്. ഞാൻ തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. എനിക്കെന്നെ ഓർമ്മയില്ല ഏതാ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. പക്ഷേ ഇത് തന്നെയാണ് എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച പെട്രോൾ പമ്പ്. എന്തായാലും നമുക്കിവിടെ എണ്ണ അടിക്കാം. എണ്ണ അടിച്ചിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് ഇത് തന്നെ പമ്പ്. അതെ, സൂപ്പർ. ഫുൾ സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മളിത് എണ്ണ അടിച്ചു. ഈ വണ്ടിയുടെ ചെറിയ കുഞ്ഞു വണ്ടികൾ സ്ക്രാംബ്ലറിൻ്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വണ്ടി റിവേഴ്സ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നോർമലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ആഫ്രിക്കട്ടിനാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വലിയ 1000cc വണ്ടികൾ, ഗോൾഡ് വിങ് ഒക്കെ പോലുള്ള വണ്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വലിയ അഡ്വഞ്ചർ ബൈക്കാണെങ്കിൽ ഇരുന്ന് പുറകോട്ട് വലിക്കാനും തിരിക്കാനുള്ള പാട്. ഈ സാധനമാകുമ്പോൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പെരുമാറാം. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. 650 എഞ്ചിൻ ഈസ് ഗുഡ് സോ ഫാർ. നമുക്ക് 600, ഞാൻ എപ്പോഴും പറയുന്നത് 600 ആണ് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട്. നമ്മൾ ദുബായ് റോഡുകൾക്ക് 600 ഉണ്ടെങ്കിൽ ഒരുവിധം എല്ലാ റോഡുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഏകദേശം. പിന്നെ ബാക്കി അതിൻ്റെ മേലേക്ക് വരും തോറും കംഫർട്ട് കൂടി വരും. എനിവേസ്, സോ നമുക്ക് വിഷ്ണു ബ്രോയെ വെയിറ്റ് ചെയ്യാം. വിഷ്ണു ബ്രോയെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി ആശാൻ എത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോഴേക്കും വേണമെങ്കിൽ ഒരു വെള്ളമോ ചായ എന്തെങ്കിലും വാങ്ങി ഞാൻ ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ ഒന്ന് ചില്ല് ചെയ്ത് അപ്പോഴേക്കും ഐ സീ യു ഗൈസ് ഇൻ എ ബിറ്റ്. സെക്കൻഡ് ലെഗ് ഇറങ്ങുമായി. വിഷ്ണു ബ്രോ എത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ ഷീസ് പിടിക്കും. പോവാം.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഒരാൾ രാവിലെ തന്നെ ഓടുന്നൊക്കെ ഡെഡിക്കേഷൻ ബേബി ഡെഡിക്കേഷൻ. മാപ്പൊക്കെ ഇട്ടിട്ടുള്ള പോക്കാണ്. അപ്പോൾ നമ്മൾ നേരെ മാപ്പ് പിടിച്ചത് നിങ്ങൾക്ക് കാണാം 5:53 നമ്മൾ അവിടെ എത്തും. 5:53 എന്ന് പറയുമ്പോൾ 6:45 സൺറൈസ്. അപ്പോൾ അവിടെ എത്തി ഈ ഷീസ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചൊരു മിനി ഓഫ് റോഡ് പോലെ പിന്നെയും കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടായിരിക്കും കൂടുതൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കണം. അതൊക്കെയാണ് പ്ലാനുകൾ. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചപ്പോൾ അതിൻ്റെ റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇത് റിസർവ് ആകുമ്പോൾ മാത്രം റേഞ്ച് കാണിക്കുന്നുള്ളൂ. അതൊരുമാതിരി പരിപാടിയായി പോയി. അപ്പോൾ നമ്മളിനി നേരെ സ്ട്രെയിറ്റ് ഒരു 15 കിലോമീറ്റർ പിടിച്ചിട്ട് എന്നിട്ട് കോർഫക്കാൻ റോഡിൽ കയറും. ഡിസ്പ്ലേ ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. ഫ്യൂവൽ റേഞ്ച് ഓക്കെ ഡൺ. 285 കിലോമീറ്ററാണ് ഫുൾ ടാങ്കിൽ ഇതിൽ കാണിക്കുന്നത്. എത്ര ലിറ്ററാന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇതിൽ കാണിക്കാം. ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്യാം. 285 ഫുൾ ടാങ്കിൽ ഇതിൽ റേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 611 ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ എവിടെ വരെ പോകുമെന്ന് അറിയണം. ഒരു 140ക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡ് പിടിക്കുന്നുണ്ട്. 130-ൽ വിൻഡ് പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മുടെ എന്താ പറയുക, ഹിമാലയം വെച്ച് നോക്കുമ്പോൾ പിന്നെയും സ്റ്റിൽ ബെറ്റർ, സ്മൂത്താണ്. നമ്മൾ ത്രോട്ടിൽ കൊടുത്ത വണ്ടി അങ്ങനെ പാഞ്ഞ് പോകുന്നുണ്ട്. ഹിമാലയന് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ ഹിമാലയം ഭയങ്കര വിൻഡ് കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് റൈഡിങ് പൊസിഷൻ കുറച്ചുകൂടെ ഒരു ഇച്ചിരി അഗ്രസീവ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല, അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. 30 ഒക്കെ പെട്ടെന്ന് നമ്മളൊന്ന് വലിപ്പിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നടക്കും. ഒരേ ഒരു കാര്യം, വണ്ടി എനിക്ക് കമ്പാരേറ്റീവ്ലി മറ്റേത് വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ജനറൽ ഇത് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് വണ്ടി ഒരു ഹെവിയർ സൈഡിലാണെന്നുള്ളത്. നോർമൽ നമ്മളെല്ലാ വണ്ടികളും യൂസ് ചെയ്ത ആളുകളുടെ അടുത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ സൈഡിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ വലിയൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. വണ്ടി കുറച്ച് എനിക്ക് 200 kg എങ്ങനെയാണ് വണ്ടിയുടെ വെയിറ്റ് ഞാൻ വായിച്ചത്. അത് ഭയങ്കര വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെയല്ല, ഈ ഒരു സ്പീഡിലൊക്കെ നല്ല നൈസായിട്ട് ക്രൂസ് ചെയ്ത് അങ്ങനെ പോവാം. ഒരു 100-115 ഇതിന് മേലെ പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരെ അങ്ങ് പിടിക്കാം. എന്നിട്ട് കുറച്ചുകൂടെ അപ്പുറത്ത് എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറെ പുതിയ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ലോങ് റൈഡ് എന്താ അവസ്ഥയെന്ന്. അതുപോലെ ഈ സ്പീഡിൽ വെച്ച് പിടിച്ചാൽ എത്രത്തോളം സ്റ്റേബിളായിട്ട് പോകുന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. ഇതേ പോകുന്നത് നമ്മുടെ വിഷ്ണുബ്രോൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. അവരുടെ അടുത്തുള്ള ഹിമാലയൻ 450. നമുക്ക് അവിടെ എത്തിയിട്ട് ചോദിച്ചു നോക്കണം ബാക്കിലുള്ള കംഫർട്ട് എന്താണെന്നുള്ളത് ഹിമാലയൻ 450യുടെ. കാരണം പിലിയൻ സീറ്റിൻ്റെ കംഫർട്ട് എത്രയെന്നുള്ളത് അറിയില്ല. അതിപ്പോൾ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കണം. വിഷ്ണുവിൻ്റെ കയ്യിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഗിയറാണ്. നമുക്കൊന്നും കൂടി ഒരു കംഫർട്ടബിൾ ഗിയർക്ക് മാറണം മിക്കവാറും. കാരണം നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഗിയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെവിയാണ്. ഒരു റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഗിയറല്ല. ഇറ്റ്സ് വെരി സേഫ്. നമ്മുടെ ഗിയർ ഇറ്റ്സ് വെരി സേഫ്. പക്ഷേ സ്ട്രെച്ചബിൾ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ റിജിഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വെച്ച് പിടിക്കാം. എന്നിട്ട് അടുത്ത സ്റ്റോപ്പ് എവിടെയാണോ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. നേരെ ചെന്ന് നമുക്കിന്ന് കുറച്ച് ഓഫ് റോഡ്, ഒരു മൈൽഡ് ഓഫ് റോഡൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കം ഓൺ ഗൈസ്, ബി റെഡി ഫോർ ദാറ്റ്. ലെറ്റ്സ് ഗോ. ഇതിന് ക്രൂസ് കൺട്രോൾ കൂടെ വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ വിഷ്ണു ബ്രോ ഇവിടേക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് പമ്പിലേക്ക്. എനിക്ക് ഒന്ന് നടു നിവർത്താനായിരിക്കും, ഇല്ലെങ്കിൽ പെട്രോൾ അടിക്കാനായിരിക്കും. വെറുതെ വർഷം പോയി പോകാനോ. ഓക്കെ ഡൺ. എന്താ അവസ്ഥ ഓടിച്ചിട്ട്? ബാക്കിൽ കംഫർട്ട് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ദേ നമ്മൾ വീണ്ടും ഇറങ്ങാനായി. ഇവിടുന്ന് ഇനി 23 മിനിറ്റ് ഉണ്ട് അങ്ങോട്ട് പിടിക്കാൻ. നേരെ അവിടെ ഫുഡ് ബാഗ് ചവിട്ടി കയറണ്ട എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് ഇതിനുണ്ട്. ഹൈറ്റ് വളരെ കുറവാണ്. കുറവ് മീൻസ് നമ്മുടെ ആഫ്രിക്കട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ആശാന് തണുക്കുണ്ടാവില്ല എന്ന്. അവിടെ എത്തിയപ്പോൾ ആശാൻ പറയും എന്തൊരു തണുപ്പാന്ന്. നല്ല തണുപ്പാണ്. കാരണം ആശാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ബാക്കിലിരിക്കുന്ന ബ്രോ ജാക്കറ്റ് ഷർട്ട് മാത്രം ഇട്ടാൽ പോകുന്നു. അയ്യോ, എനിക്ക് ഈ ജാക്കറ്റ് മൊത്തം എടുത്തിട്ട് തണുക്കുന്നത്. അപ്പോൾ അവസ്ഥ ആലോചിച്ചൊക്കെ ബ്രോ അവിടെ
അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് ചെറിയൊരു വീഡിയോ കൺസെപ്റ്റ് വിഷ്ണുയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു നല്ലൊരു റീല് സെറ്റ് ചെയ്യണം. പിന്നെ ബാക്കി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ ഇതുവരെ റൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വണ്ടി പുഷ് ചെയ്താൽ നീങ്ങും. ഞാൻ ഓൺ ആൻഡ് ആവറേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള സ്പീഡ് അറൗണ്ട് 120-125 വിൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിൻഡ് ഉണ്ട്, വിൻഡ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഹിമാലയ നോക്കിയപ്പോഴും 115 കഴിയുമ്പോൾ ഒരു വിൻഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ 2 കാര്യമുണ്ട്. ഒന്ന് ബേസിക്സ് ഫിസിക്സ് ആണത്. അതായത് നമ്മൾ ഇത്ര സ്പീഡിൽ ഇത്രയും ഓപ്പൺ എയറിൽ പോകുമ്പോൾ വിൻഡ് അടിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത് നോർമൽ ഒരു ബേസിക് ഫിസിക്സ് ആണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ മെയിൻ 2 ഫാക്ടർ, ഒന്ന് റൈഡിങ് പൊസിഷനും 2 വിൻഡ്ഷീൽഡും. ഈ 2 ആയിരിക്കും മിക്കവാറും നമ്മുടെ വിൻഡ് എത്രത്തോളം നമ്മൾ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഗവൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പോർട്സ് ബൈക്കിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവ് പൊസിഷൻ ആവുന്നതുകൊണ്ട് കുറച്ചുകൂടെ എയറോഡൈനാമിക് ആയിരിക്കും. അപ്പോൾ ആ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ വിൻഡ് അഫക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം ഡെഫിനറ്റ്ലി വിൻഡ്ഷീൽഡ് എത്രത്തോളം വലിയ വിൻഡ്ഷീൽഡ് ഉണ്ടോ അത്രത്തോളം എങ്ങനെയായാലും നല്ല ഡയറക്റ്റ്ലി ആ സാധനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ വണ്ടിയും നമ്മൾ എടുക്കുമ്പോൾ, വിൻഡ്ഷീൽഡ് ഇല്ലാത്ത വണ്ടി ഓടിക്കുമ്പോൾ 100% വിൻഡ് എന്തായാലും ഉണ്ടാവും. അത് നോർമൽ ഒരു നേച്ചറിൻ്റെ റൂളാണ്. അതിൽ നമുക്ക് ഒന്നും എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് ഒന്നുകിൽ വണ്ടി എയറോഡൈനാമിക് ആണെങ്കിൽ വണ്ടി അത് കട്ട് ത്രൂ ചെയ്ത് പോകും, അല്ലെങ്കിൽ നമ്മുടെ റൈഡിങ് പൊസിഷൻ അല്ലെങ്കിൽ റൈഡിങ് പോസ്ചർ പ്രോപ്പറായിട്ട് അതനുസരിച്ച് നമ്മൾ വിൻഡ് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റൈഡിങ് പോസ്ചർ ആണെങ്കിൽ അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു സിറ്റ് സ്ട്രൈറ്റ് പൊസിഷനിലാണെങ്കിൽ 100% നമ്മളിപ്പോൾ ഒരു കൈ വെറുതെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഫോൺ ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല വിൻഡ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അതൊരു നോർമൽ ഫിസിക്സ് ആണ്. അതിലിപ്പോൾ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സമയം 5:42 നമുക്ക് അവിടെ എത്തുമ്പോൾ 6 മണിയാവും. 6:45 നമ്മൾ സൺറൈസ് ഉള്ളത്. അപ്പോൾ 6:45 ഇടയിൽ കുറച്ച് വീഡിയോ എല്ലാം കൂടെ ഒന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കണം. പിന്നെ അവിടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷേ അങ്ങനെ വലിയ ഒരു ഓഫ് റോഡല്ല, പക്ഷെ ഒരു മിനി ഓഫ് റോഡ്. പിന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇതിനെ സഫർ ചെയ്യിച്ച് ഓഫ് റോഡ് ചെയ്യിക്കാൻ പറ്റില്ല. വണ്ടി കൊടുന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കണം, എന്നാലും നമുക്ക് ഇനി വണ്ടികൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ വേറെ കാര്യമുള്ളത്, നമ്മുടെ ക്ലസ്റ്റർഡ് കളർ ഡിസ്പ്ലേ ആണ്. എൻ്റെ ഓർമ്മയിൽ ശരിയാണ്, ഈ കഴിഞ്ഞ നമ്മൾ ഹിമാലയൻ്റെ ചെയ്തപ്പോൾ നമുക്ക് കണ്ടതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, വൈറ്റും ബ്ലാക്കിൽ ഫ്ലിപ്പ് ചെയ്യും. പക്ഷേ ഇത് കളർ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻ, റെഡ് ഇങ്ങനത്തെ കളറിലെല്ലാം നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഇതുകൾ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പിടിക്കാം. ഇത് ഏകദേശം നമ്മൾ പോകുന്നത് മദ എന്ന് പറഞ്ഞ സ്ഥലമാണെന്നാണ് പറഞ്ഞത് വിഷ്ണു. അത് നമ്മുടെ ഒമാൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്നൊരു ഏരിയ. അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ്ലി അങ്ങോട്ട് പിടിക്കാം. ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവിടെ എത്താറാവുമ്പോൾ നമുക്ക് നോക്കാം. താഴ്വാരം, ഓ ഷീസ് റെസ്റ്റ് ഏരിയ അതേ കാണുന്നില്ലേ. ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന പമ്പ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ആ വീഡിയോ ഐഡിയ ആശാൻ പറഞ്ഞിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ പമ്പ്. വണ്ടിയുടെ സൗണ്ട്, എക്സോസ്റ്റ്, എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടി ഒന്ന് ചൂടായപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. ഓക്കെ ഓക്കെ. എവിടുന്ന് അവ എങ്ങനെയാ വരുന്നത്? അങ്ങനെയാണോ ഞാൻ വരുന്നത്? ഹേ ബ്രോ, വെർ ആർ യു ഗോയിങ്?
കേൾക്കുന്നില്ലേ? വേറെ ആയി ഗോയിങ് തന്നെ ചോദിക്കണ്ടേ? ചളമായെന്നാ തോന്നുന്നു. ഓക്കെ അല്ലേ? Hey bro, where are you going? Bro, actually I'm planning to visit Mother. If you're up for a challenge, I have a better place. Let's go. അപ്പോൾ നമ്മൾ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങാനുള്ള പരിപാടിയാണ്. Oh my god. Ready അല്ലേ? Hey buddy, where are you going? Hi buddy, actually I'm planning to visit Mother. If you're up for a challenge, I have even crazy route. Yeah, sure. Let's go. അപ്പോൾ അതെ നമ്മളിനി ഓഫ് റോഡ് കയറാൻ പോവാം. അതാണ് ജോയൽ. വിഷ്ണു ഒന്നുകൂടെ ഒന്ന് എണ്ണ അടിക്കാമെന്ന് പറഞ്ഞു. ആ വണ്ടി ഓഫ് റോഡ് പക്കയാവും, ഇതും ഓക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു വ്യൂ. പക്ഷേ അവരോടൊന്ന് ചെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കാണുന്നവരെ ഈയാണ് നല്ല രസമുള്ള റെസ്റ്റ് ഏരിയ അല്ലേ, ഷോപ്പുകളും കാര്യങ്ങളും. ഓ മോനെ, മോർണിംഗ് വൈബ്, പ്രോപ്പർ വൈബ്. ജഗൻ ജാഹ, ഫീൽ സോ ഗുഡ്. നല്ല തണുത്ത കാറ്റ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഓഫ് റോഡ് പോകുവാണ് യു എയിൽ വന്നതിന് ശേഷം. ഓഫ് റോഡ് ഭയങ്കര ടഫ് ഓഫ് റോഡൊന്നുമല്ല, ഒരു മോഡറേറ്റ് ഓഫ് റോഡ്. ചില നേരത്തെ ഈ തല തിരിഞ്ഞു നോക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഹെൽമെറ്റും ജാക്കറ്റും ബാക്കിലൊരു ബാഗിൻ്റെ സ്ട്രാപ്പ് തോളിൽ കൂടെ പോകുന്നതും എല്ലാം കൂടെ. വാൻ ആശാനെ ഞാനൊന്നങ്ങോട്ട് നമുക്ക് ഈ ലെഫ്റ്റ്. അങ്ങനെ നേരം വെളുത്തിരിക്കുന്നു 6:35. വെൽക്കം ടു മദ ഷീസ് പാർക്ക്. ഷീസ് പാർക്കിൽ കാണോ നമ്മൾ പോകുന്ന ഓഫ് റോഡിന്? പാർക്കിൻ്റെ ഉള്ളിലാണോ എന്നാവോ? സസ്പെൻഷൻ സ്റ്റിഫാണ് മോനെ. സസ്പെൻഷൻ കുറച്ചും കൂടെ ഒന്ന് നൈസായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഓഫ് റോഡിന് സ്റ്റിഫാണോ നല്ലത് അതോ സ്മൂത്താണോ നല്ലത്? അങ്ങനെ എന്തോ ഒരു പ്രിഫറൻസ് ഉണ്ടല്ലോ. സ്മൂത്തായിരിക്കണം. സ്മൂത്തായാലേ കുറച്ചും കൂടെ റൈഡ് സ്മൂത്ത് ആവുള്ളൂ. ആഹാ, ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. ഇന്നത്തെ റൈഡിൻ്റെ ലൊക്കേഷൻ ക്രെഡിറ്റ്സ് ഗോസ് ടു വിഷ്ണു ബ്രോ. ആശാൻ്റെ സജഷനാണ് ഇന്നത്തെ ഈ റൈഡിൻ്റെ ഈ ലൊക്കേഷൻ ചോയ്സ്. നമ്മൾ അവിടെ ചെന്നിട്ടൊന്ന് അടപടലം മൂക്കും കുത്തി വീഴാഞ്ഞാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഒരു 10 കിലോമീറ്ററോളം നമുക്ക് പോകണമെന്നാണ് പറഞ്ഞത്, ടാറിടാത്ത റൂട്ടിലൂടെ. നമ്മൾ ഹമ്പെല്ലാം ചാടിച്ച് പോയി എങ്ങനെ ഉണ്ടെന്ന് ഫീൽ അറിയാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല. പിന്നെ വണ്ടി ഇതെങ്ങനെ എടുത്ത് കളിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അവിടെ നല്ല എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് എ ടോയ്, ഇറ്റ്സ് ലൈക്ക് എ ഫൺ ടോയ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ക്രാംബ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർബൻ യൂസിനും പറ്റണം, ഒരു സ്ലൈറ്റ് ഓഫ് റോഡിങ് എല്ലാം ഒരു എന്താ പറയുക, ഒരു മൾട്ടിപർപ്പസ് എന്നുള്ള രീതിയിലാണ്. കുറച്ചൊരു ഓഫ് റോഡ്, നല്ല റോഡല്ലാത്ത സ്ഥലങ്ങളിൽ പോകാൻ പറ്റണം, അതുപോലെ തന്നെ സിറ്റി റൈഡ് പറ്റണം, പെട്ടെന്ന് എടുത്ത് പോകണം, എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ്. ഓഫ് റോഡിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് ഇന്ന് നമുക്കറിയാം. എത്രത്തോളം ഉണ്ടെന്നല്ല, ഒരു മൈൽഡ് ഓഫ് റോഡ് ഇത് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വിഷ്ണു ഭയങ്കര ക്ലോസ് ആയിട്ടാണ് കാറിൻ്റെ അടുത്ത് പോയത്. വെൽക്കം ടു മദ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വിൻഷീൽഡ് അടച്ചിരിക്കാം, വൈസർ, ഹെൽമെറ്റ് വൈസർ അടച്ചിരിക്കാം. ആഹാ, ആശാന്ന് സ്കൂട്ടിയൊക്കെ കൊണ്ടിറങ്ങിയിരുന്നു. ഓ, ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി എടുത്തത് മുതൽ പാർട്ട് 1 പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഫൺ വെഹിക്കിൾ മാൻ. ഇറ്റ്സ് എ ഫൺ മോട്ടോർ സൈക്കിൾ ടു റൈഡ്. നല്ല എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഹൈവേയിൽ സ്ട്രെയിറ്റ് പിടിച്ച ഏത് വണ്ടിയും ബോറിങ്ങാണ്. ഒരുവിധം വണ്ടികളല്ല ഹൈവേയിൽ സ്ട്രെയിറ്റ് ബോറിങ്ങാണ്. അതിൽ ഓക്കെ, നമ്മൾ റോഡ് വിട്ടിറങ്ങിയിരിക്കുന്നു. ഇനി ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫൺ വൺ. നമ്മുടെ യു എയിൽ വന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡ്. കൊള്ളാം. കല്ല്
ഇവിടെ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യലൊന്നും നടക്കില്ല. ഒരു വൈബിൽ അങ്ങനെ പോലെ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും. ഇതിൻ്റെ ഒരു ഹാങ് കിട്ടാനുണ്ട് ഈ ഓഫ് റോഡ് പോയി പോയി പോയി. ഇതിൻ്റെ ഒരു പൾസ്. നമ്മൾ നേരല്ലേ പോയ? അതെ അതെ. പൊടി കാണുന്നത് അതേ പോകുന്നു. വളരെ സൂക്ഷിച്ചും കണ്ടുപിടിക്കണം. റൂട്ട് നോക്കിയേ മോനെ. അപ്പോൾ ഈ പാറമടകളുടെ ഇടയിലൂടെ നമ്മൾ ഇനി സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. കാരണം ഇന്നൊന്ന് പഴക്കം വരാനുണ്ട് ഈ ഓഫ് റോഡിങ് ഒന്ന് പഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമുക്ക് എങ്ങനെ എടുത്തിട്ട് പോവാം. പാറ, മണ്ണ്, കല്ല്. എൻ്റെ ഗിയർ ഷിഫ്റ്റിങ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ചില നേരത്ത് അതായത് ആ ലിവർ അത് ഞാൻ കാണിച്ചതെന്ന് പറയാം. ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച്, ഷിഫ്റ്ററിനെ കുറിച്ച് ബേസിക്കലി. ഓഫ് റോഡ് ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരാളാണ് ഓഫ് റോഡ് പോകുന്നതെന്ന് ആയിരിക്കണം. പക്ഷെ ഇതൊരു ഓഫ് റോഡെന്ന് വിളിക്കാൻ പറ്റില്ല. ഈ സാധനം പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ഓഫ് റോഡും നമുക്ക് പോകാൻ പറ്റില്ല. ഇത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. സെക്കൻഡറി പിടിക്കാം. ആശാൻ ഓഫ് റോഡിൽ എക്സ്പേർട്ടാണ്. കാലൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഈശ്വര. ഇവിടെ ടെൻ്റൊക്കെ ചെയ്ത് രണ്ടുപേര് പൊടി പറത്തി പോകുന്നു. നമ്മുടെ ബാക്കിൽ പൊടിയുണ്ടോ? വേണ്ട, നമ്മുടെ ടാർഗറ്റ് പൊടി പറത്തുകയല്ല. നമ്മുടെ ടാർഗറ്റ് വി നീഡ് ടു ഗെറ്റ് യൂസ്ഡ് ടു ഓഫ് റോഡിങ്. ഇതിൻ്റെ ഗ്രിപ്പ് ആൻഡ് ഫീൽ ഒന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇതിപ്പോൾ എന്താ പറയുക, ആഫ്രിക്ക ടെന്നാണെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ല. നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ ഇത് ഷോറൂമത്തെ വണ്ടി ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം നന്നാക്കി കൊടുക്കേണ്ടി വരും. അയ്യോ. ഓക്കെ, നമുക്ക് ഈ മൂഡ് പിടിക്കാം. എണീറ്റ് നിന്ന് ഓടിക്കുന്നതിൻ്റെ ചേതോവികാരം ഏകദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സിസ്റ്റം പഠിക്കണം. എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്യണം, ഇതെല്ലാം ഒന്ന് നോക്കണം. ഗൈസ്, നിങ്ങൾ കാണുന്നത് ഓഫ് റോഡിങ് എന്തെന്ന് പോലും അറിയാത്ത ഒരാൾ ഓഫ് റോഡ് പോകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അങ്ങ് കണ്ടറിഞ്ഞ് ക്ഷമിച്ചേക്കുക. വേറെ വഴികളൊന്നുമില്ല, മനസ്സിലായല്ലോ. കൂടുതലൊന്നും പറയാനോ ട്രോളാണോ ഒന്നുമില്ല. ലെറ്റ്സ് ഗോ. ഇവിടെ ഒന്നുണ്ടോ സെക്ഷൻ എടുക്കുക. എന്താ അങ്ങനെ പിടിക്കാം. നമ്മൾ പർവ്വതം കയറാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് തറയടി ഗൈസ്. ഇവിടെ റോഡാണ് കേട്ടോ. ഇവിടെ വലിയ കുഴപ്പമില്ല. ഇവിടെ നല്ല റൂട്ടാണെന്നാണ് പറയുന്നത്. റോഡ് കഴിഞ്ഞു. നൈസ്. എൻ്റെ ബ്രദർ നമ്മൾ സെക്കൻഡിൽ തന്നെ പിടിച്ചങ്ങനെ പോവാം. അറ്റ്ലീസ്റ്റ് കുറച്ച് യൂട്യൂബ് വീഡിയോസെങ്കിലും കണ്ടിട്ട് വന്നാൽ മതിയാണ് ഓഫ് റോഡിൻ്റെ. എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി കൺട്രോൾ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും മൈ ഗോഡ്. ഓഫ് റോഡ് എത്രത്തോളം റിസ്കി ആണെന്നുള്ളത് ഈ കുഞ്ഞു ഓഫ് റോഡിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്.
നമുക്ക് ആഫ്രിക്ക ട്വിനും കൊണ്ട് വരണം, അതിൻ്റെ വീല് അതിൻ്റെ ടയർ ചേഞ്ച് ചെയ്തിട്ട്. ഇതെനിക്ക് വീഴ്ത്താൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല അടിച്ച് പിന്നി പോകുന്നുണ്ട്. റോഡെത്തി മക്കളെ. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എത്തിയോ? വന്ന സ്ഥലത്ത് തന്നെ എത്തിയോ? ഇല്ലല്ലോ, ഇല്ല. ഇത് ആ ഒരു കോൺഫിഡൻസ് കിട്ടണം. നമ്മൾ ഈ ഓഫ് റോഡ് പോകുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഗ്രാവൽ ഹാൻഡിൽ ചെയ്യുന്നത്. താഴോട്ട് പോകുന്ന നേരത്തെ താഴോട്ട് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ടൊന്ന് പാനിക്കായത്. അവിടെ ആരൊക്കെ നല്ല കിടന്നുറങ്ങുന്ന സ്ഥലം. കാരണം ഇവിടെ നമുക്ക് ആകെ ഉള്ള ഓപ്ഷൻ എൻജിൻ ബ്രേക്കിങ്ങും ബാക്ക് ബ്രേക്കോ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. ഇനി അഥവാ ഫ്രണ്ട് ബ്രേക്ക് ആണോ ഓടിക്കണ്ടേ? എനിക്ക് തോന്നുന്നില്ല. This is going to be a bit challenging. It's nice. Looks interesting. Oh my god. ഇത് കയറുമ്പോൾ ഏകദേശം ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഈ ബാക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അതിന് മൂവ്മെൻറ്റ് വരുമ്പോൾ എനിക്കത് ഫസ്റ്റ് ഗിയർ ഇസ് ദി സേഫ് ഓപ്ഷൻ. വിൽ സ്റ്റിക്ക് വിത്ത് ദ ഫസ്റ്റ് ഗിയർ. നമുക്കൊരു ഡിസ്റ്റൻസ് ഇട്ട് പോകേണ്ടി വരും. ഓ ഫക്ക്. പിടിച്ചു. എന്താ ഒരു വിട്ട്? ഏത് ലിവറാ? ഓ ഫക്ക്, ഗിയർ ലിവർ അല്ലേ? ഏയ്, ഗിയർ ഉള്ളതുകൊണ്ട് ആ ടെൻഷനില്ല. ഞാൻ അതെ, ഇന്ന് ആദ്യത്തെ ഓഫ് റോഡാ. ഇവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് എനിക്ക് ആ സ്ലൈഡിൽ സൈഡിക്ക് സ്ലിപ്പായി പോയതാ. ഇത് നമ്മുടെ സ്കിൽ ലെവലിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അതെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി സാധനം. മേലൊക്കെ ഓടിക്കറി കാണുന്നു. ഇതവിടെ അത് പൊട്ടിപ്പോയി. ഇത് അപ്പോൾ ഇനി തിരിച്ച് മിക്കവാറും നമ്മൾ റിക്കവറി വിളിക്കേണ്ടി വരും. കാരണം സെക്കൻഡ് ഗിയറിൽ റൈഡ് ചെയ്ത് അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞ ഈസിയല്ല. അപ്പോൾ ദ വ്യൂ ഈസ് ഗുഡ്. ഓ മാൻ, this is good. താഴോട്ടോക്കെ പൊളി. അപ്പോൾ നമ്മൾ പ്ലാൻ ബിയിലോട്ട് ഇറങ്ങി. സംഗതി എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഗിയർ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സാധനം പൊട്ടിയതുകൊണ്ട് ക്ലിയർലി നിങ്ങൾ കണ്ടല്ലോ.
അപ്പോൾ ഇപ്പോൾ ഉള്ള അയ്യോ ഒരുവിധം ഇങ്ങോട്ടെത്തിച്ചു. അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ സെക്കൻഡ് ഗിയർ മാത്രം വെച്ചിട്ട് നീങ്ങുവാണ്. അപ്പോൾ ഇനി തിരിച്ചങ്ങോട്ടും സെക്കൻഡ് ഗിയറിൽ ഫുൾ ഓൾ ദ വേ ബാക്ക് നമ്മൾ റൈഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ബിയർ 650യുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്തു. അതിൽ ഗിയർ ലിവർ ഹെൽത്ത് ഫെയിൽഡ്. അതാണിപ്പോൾ സംഭവിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു ടെസ്റ്റ് വിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി പിക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട്. നമ്മളപ്പോൾ സെക്കൻഡ് ഗിയർ മാത്രമായിട്ട് വണ്ടി ചോദിച്ച് പോകാം. നമ്മുടെ ക്യാമറാമാൻ ഇതിന് മേലെ എവിടെ ഉണ്ടാവും തോന്നുന്നു. പോ ഓക്കെ, നോട്ടെ യാ. അപ്പോൾ അതേ നമ്മൾ സ്റ്റാൻഡിങ്ങിൽ ബിയർ 650 പിടിച്ച് ഇതേ പോകുന്നു. ആ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല എണ്ണ അടിക്കേണ്ടി വരും. കല്ല് വഴികൾ കമാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ ബാക്ക് വീലിൽ ലോഡ് കൊടുത്തിട്ട് പോകാൻ പറ്റണം. അപ്പോൾ ഏകദേശം സംഗതി ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധനം സെറ്റാവും. നമ്മളിപ്പോൾ എൻ്റെ പ്രോബ്ലം നമ്മുടെ ലോഡ് വന്നത് ഫ്രണ്ട് വീലിലാണ്. എന്തായാലും ക്വയറ്റ് ആൻ എക്സ്പീരിയൻസ് വരെ ഇന്ന് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്. ഇതിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നോക്കിയാൽ മതി. ആ ഒരു പാർട്ട് മാറ്റേണ്ടി വരും. അത് സാധനമാണ് പൊട്ടിയത്, ഈ ഗിയർ ലിവറിൻ്റെ ഇത്. അപ്പോൾ അതിനിപ്പോൾ അവർ ശരിയാക്കുക. വേറെ വഴികളൊന്നുമില്ല, ഓപ്ഷനില്ല. നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് പ്രത്യേകം ചോദിച്ചതാണ്, ഉറപ്പാണോ ഓഫ് റോഡ് പോകാൻ പറ്റുമെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചതാണ്. ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ അവർ വന്നിട്ട് നമ്മളിവിടെ ഒരു ഷോട്ടും കൂടെ എടുക്കാനുണ്ട്, അതും കൂടെ എടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളിതേ വീണ്ടും വി ആർ ബാക്ക് ടു സെക്കൻഡ് ഗിയർ. ബാക്കിൽ ലോഡ് ചെയ്ത് പഠിക്കണം, അതാണ് വേണ്ടത്. പക്ഷേ ഓഫ് റോഡിന് കേപ്പബിളാണ് കേട്ടോ, വണ്ടി കേപ്പബിളാണ്. എവരൊന്നും സ്ലിപ്പ് ആവറായി, വണ്ടി കേപ്പബിളാണ്. എൻ്റെ സ്കിൽ ലെവലിൻ്റെ പ്രശ്നമാണ്. ഓഫ് റോഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈ സാധനം മെരുക്കി കൊണ്ട് നടക്കാം. ഇപ്പോൾ ഒരു ഹാങ്ങായി വന്നു. വെള്ളം ബ്രോ വിട്ടോ, ഞാൻ ബാക്കി പിടിക്കാം. പോവാ. അൾട്ടിമേറ്റ് ടെസ്റ്റ്. അതുപോലെ കുറച്ചുകൂടെ ക്ലിപ്പ് നമ്മൾ ഇവിടുന്ന് കവർ ചെയ്യും. ഞാൻ പുറകെ പിടിക്കാം. പക്ഷെ രണ്ടും കൂടെ ബാലൻസ് പോയി രണ്ടും കൂടെ ഒരുമിച്ച് വരുമെന്നോ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല. There we go. എവിടെ നിന്ന് വളക്കണ്ട, അവിടെ പോയി വളച്ചിടുക. Here we go. വിഷ്ണു ബ്രോ മേലെ കൂടെ ഇറങ്ങി. പക്ഷെ ഇപ്പോൾ ഒരു ഹാങ് കിട്ടിട്ടോ, ഏകദേശം എന്ന് പറയാൻ പറ്റുള്ളൂ.
ABS ഓൺ, ABS ഓഫ്. ഓക്കെ, ഈ ABS ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ABSൻ്റെ ബട്ടൺ ഇത് ഇവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ നമുക്ക് ABSൻ്റെ മോഡ് ഇതേ റിയർ ABS ഓഫ്, റിയർ ABS ഓണും ഓഫ് ആക്കിയിടാൻ പറ്റും. എന്തെല്ലാം കണ്ണന്തിരിവുകളാണ്. ഇന്ന് കുറച്ച് നമ്മൾ റിസ്ക് എടുത്തെങ്കിലും ഐ വുഡ് സേ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇന്നത്തെ ഒരു ഗിയർ ലിവർ പൊട്ടിയെന്നുണ്ടെങ്കിലും ഐ വിൽ സേ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് റോഡിൻ്റെ ഒരു എന്താ പറയുക, ഓഫ് റോഡ് വെർജിനിറ്റി കുറച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, യെസ്, we are learning to balance, baby. We are learning to balance slowly and peacefully. ഇതെല്ലാം ഒരു ലേണിംഗ് കർവാണ്. എങ്ങനെ എടുക്കാൻ പാടില്ല, എങ്ങനെ എടുക്കാൻ പാടുണ്ട് എന്ന് കാണിക്കുന്ന ലേണിംഗ് കർവാണ്. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും എല്ലാവരും വണ്ടി ഓടിച്ചാൽ, പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടായാൽ എന്തും പഠിച്ചെടുക്കാം. അതുപോലെ തോൽക്കാനുള്ള മൈൻഡും ഉണ്ടായാൽ എന്തിലും നമുക്ക് എന്തും ചെയ്യാം. വിൻഷീൽഡ് കൊടുക്കണം. ഈ വീഴാൻ പോകുന്നിടത്തുനിന്ന് രണ്ടാമത് നമ്മൾ ബാലൻസ് റീഗെയിൻ ചെയ്യില്ലേ, അതിലാണ് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ വീണില്ല എന്ന് ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഞാൻ വീഴേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ വീണില്ല. ആ ഒരു ഫീലിംഗ് ഈസ് സംതിങ്. പക്ഷെ ഇനിയുള്ള ഒരേ ഒരു എന്താ പറയുക, ഒരേ ഒരു ഇത് എന്ന് പറയുന്നത്, നമ്മളിനി സെക്കൻഡ് ഗിയറിൽ ദുബായ് വരെ ഓടിക്കണം. ആ ഒരു ഫാക്ടർ മാത്രമാണ് എൻ്റെ മൈൻഡിലുള്ളത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. നമുക്ക് മെല്ലെ 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 വെച്ച് അങ്ങനെ പിടിച്ചാലേ അങ്ങോട്ട് എത്താവുന്നേ ഉള്ളൂ. ആഹാ, വെയിൽ വന്ന്, പൊടി വന്ന്, തോരൻ വന്ന്, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ, കുഞ്ഞിരാമായണത്തിൽ വരുന്ന പോലെ സദ്യയുടെ എല്ലാ കറികളും. ഞാൻ ആലോചിക്കുന്നില്ല, ഇത് ആഫ്രിക്ക ട്രെൻഡും കൊണ്ട് ഒന്ന് വണ്ടി നല്ല പെർഫോമൻസ് ഉണ്ട്, പക്ഷെ അതിൻ്റേതായിട്ടുള്ള മറ്റേ അതർ സൈഡും കൂടെ ഉണ്ടല്ലോ. കാരണം വണ്ടി പെർഫോമൻസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട് വണ്ടി. വീഴാൻ പോയ ബാലൻസ് ചെയ്തെടുക്കൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. പിന്നെ രണ്ട് നമ്മളുടെ ഓട്ടോമാറ്റിക്കാണ്, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നോക്കാം. പക്ഷെ ഓഫ് റോഡ് ഈസ് എ ഫൺ വൺ മാൻ. ഓഫ് റോഡ് നമ്മൾ ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ മോട്ടോക്രോസ് നമ്മൾ ടാപ്പ് ചെയ്യാത്തൊരു ഏരിയയാണ്. മോട്ടോക്രോസ് നമുക്കൊന്ന് ടാപ്പ് ചെയ്യണം. എന്ത് രസമാണ്. എനിക്ക് ഈ ഗിയറൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ടെസ്റ്റ് റൈഡ് വെഹിക്കിൾ കൊണ്ടുപോയി ടെസ്റ്റ് റൈഡ് വെഹിക്കിൾ കേട് വന്നാൽ ആ വണ്ടി നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളതൊന്നും നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അത് പിന്നെ എക്സ്ട്രാ എന്താ പറയുക, പെനൽറ്റി ഫീയോ അങ്ങനെ ഒന്നുമില്ല തന്നെ മതി. ഇതെങ്ങനെയെങ്കിലും നമുക്ക് തേർഡ് ഗിയർക്ക് മാറ്റാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് തേർഡ് ഗിയറിൽ പോകാൻ പറ്റിയാൽ മതി. അപ്പോൾ ഇനി അടുത്ത ഇവിടെ സ്റ്റോപ്പ് രണ്ട് ഐഡിയയിലും കൂടെ ക്ലിപ്പ് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കണം. നമുക്ക് എന്തായാലും തേർഡിൽ റൺ ചെയ്യേണ്ടി വരും. സെക്കൻഡിൽ അവിടെ വരെ അത്രയും ലോങ് പോകുമെന്ന് പറഞ്ഞാൽ വണ്ടി ചൂടാവും മിക്കവാറും. പക്ഷെ ഇതൊക്കെ ഒരു ഹാർഡ് ടെസ്റ്റാണ് വണ്ടിക്ക്. ബ്യൂട്ടിഫുൾ. അപ്പോൾ നേരെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എവിടെ നോക്കിയിട്ട് അത് കാണിച്ചു തരാം. എന്നിട്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. ഇത് ഇങ്ങോട്ട് പോയാൽ ഒമാൻ ബോർഡറും അങ്ങോട്ട് പോയാൽ മദ. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങാം. ഇവിടുന്ന് കുറച്ച് തംബ്നെയിലിന് കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഏതാണ് തംബ്നെയിൽ യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പോകുന്ന വഴി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു 2 ക്ലിപ്പും കൂടെ വിഷ്ണുവിന് എടുക്കണം റീലിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റോയൽ എൻഫീൽഡ് പോയിട്ട് അവരെ കാലിൽ വീഴും. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനിത് പൊട്ടിച്ചേ, പ്ലീസ് ഫോർഗീവ് മീ.
ക്രാന്തിയെ വിളിച്ചിട്ട് സംസാരിക്കണം, ക്രാന്തിയോടുത്ത് പറയണം, സോറി ക്രാന്തി, ചെറിയൊരു അബദ്ധം പറ്റി. ചെറുതായിട്ടൊന്ന് വീണ്, ചെറുതായിട്ട് ഗിയർ ലിവർ ഒന്ന് പൊട്ടിച്ച്. എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ കാശ് തന്നേക്കാം. ഇത് നമുക്ക് എന്തായാലും തേർഡിക്ക് മാറ്റണം, മാറ്റിയാലേ പറ്റുള്ളൂ. സെക്കൻഡിൽ അവിടെ വരെ ഓടൽ നോട്ട് പ്രാക്ടിക്കൽ. പക്ഷെ സംഗതി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഓഫ് റോഡിങ്. വണ്ടി ഓടിച്ചിട്ട് വലിച്ചിട്ട് ചാടി മറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ മറിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണോ? പക്ഷെ വണ്ടി ഈസ് ഗുഡ് മാൻ. അവനെവിടെ? ഒരുമിച്ചാണോ പോകുന്നത് അതോ? ക്ലച്ചിൽ നിന്ന് കൈയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതേ നമ്മൾ നേരെ അടുത്ത ഒരു ഷോട്ടും കൂടെ എടുക്കാണ്ടെന്ന് പറഞ്ഞു. പൊടി പറത്തുന്ന ഷോട്ട്. ആ പൊടി പാറുന്ന ഷോട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് ബാക്ക് ടു ദ ബേസ്. ഇവിടെ സ്റ്റോപ്പ്. ഇവിടെ നിന്നാണോ പൊടി പറത്തുന്ന ക്ലിപ്പ് എടുക്കുന്നത്? നമ്മളിവിടെ നിന്ന് വട്ടം കറങ്ങി വീഡിയോ എടുത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഗ്രേവൽക്ക് ഇറക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. ഇനി ഇറക്കി കളിക്കാനുള്ള കോൺഫിഡൻസ് അങ്ങോട്ട് തന്നെയാണ്. പക്ഷെ വണ്ടി എനിക്കിഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, എടുത്ത് കളിക്കാൻ പറ്റിയ വണ്ടിയാണ്. അധികം വെയിറ്റ് എനിക്ക് ആഫ്രിക്ക ട്വിൻ ഉപയോഗിച്ചിട്ടുള്ള ഇതനുസരിച്ച് അധികം വലിയൊരു വെയിറ്റ് തോന്നുന്നില്ല. സൈസ് ഉള്ള പോലെ തോന്നുന്നില്ല. ചില വണ്ടികൾ നമ്മൾ ഓടിക്കുമ്പോണ്ടല്ലോ, ഇതൊരു വലിയ, എസ്പെഷ്യലി GS ഒക്കെ ഓടിക്കുമ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു ആനയെ കൊണ്ടു നടക്കുന്ന പോലെ. ആഫ്രിക്ക ട്വിൻ ആണെങ്കിൽ ഒരു സൈസ് ഫീൽ ചെയ്യും, പക്ഷേ ഇത് സൈസ് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം എന്നുള്ള ഒരു ഫീല് മൈൻഡിൽ വരും. ഓക്കെ, ഇവിടെ വരുന്നത് ഡീടൂർ അൽ നഹ്വ, ഹജർ ബനി ഹുമേദും അൽ നഹ്വയും. നമ്മളിപ്പോൾ അൽ നഹ്വയ്ക്കാണ് തിരിയുന്നത്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് ഒരു പൊടി പാറുന്ന ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പ്രോപ്പർ ഓഫ് റോഡ് ഓടിക്കുന്ന ആളുകളുടെ സ്കിൽ ലെവലൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ നമ്മൾ ഈ കുഞ്ഞി ശിശു ഓഫ് റോഡിൽ ഈ കണ്ട പരാക്രമം കാണിക്കാൻ പറ്റുന്ന പാട് പ്രോപ്പറായിട്ട് ഓഫ് റോഡ് ചെയ്യുന്നവരുടെ സ്കിൽ ലെവൽ അപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ ഗിയർ ലിവർ മിക്കവാറും അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണം. കാരണം ആരെങ്കിലൊക്കെ ഇതുപോലെ കൊണ്ടുപോയി പൊട്ടിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണല്ലോ അത്. ഗിയർ ലിവർ, മിറർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഈ കർവൊക്കെയാണ് ഒരു ടെൻഷൻ. ബാക്ക് ടു ദ സെയിം റോഡ്. ചക്ക ഇതാണോ പൊടി റോഡ്? പോകുന്ന വഴിക്ക് എന്തായാലും പെട്രോൾ സ്റ്റേഷൻ നിർത്തി പെട്രോൾ അടിക്കണം. പോവാം. Here we go. ഇതാണ് നമ്മൾ വന്ന വഴി. നേരെ തിരിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട വീഡിയോസൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. പെട്രോൾ പമ്പിലൊന്ന് കയറേണ്ടി വരും. എണീക്കുന്ന ഓടുന്നത് നമ്മുടെ ബാക്കിൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ ഉപകരിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ നമ്മളിനി ദുബായ് പിടിക്കും. ഇവിടുന്ന് 100 കിലോമീറ്ററാണ് ദുബായ്ക്ക് കാണിക്കുന്നത്. നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ബാക്കിൽ ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ 3rd ഗിയറിൽ നമ്മൾ ഓൾ ദ വേ നേരെ ഡയറക്ട്ലി ടു ഷോറൂം.
എത്ര സമയം എടുക്കുന്നറിയില്ല. സമയം എടുക്കുന്നത് അത്ര എടുക്കുന്നു. നമ്മളെ ബാക്കിലുള്ള GSXR ആണ്, സുസുക്കി GSXR. ആഷൻ ഷാർജയ്ക്കാണെന്നാണ് പറഞ്ഞത്. ടെക് റൈഡേഴ്സ് എന്നാണ് അവൻ്റെ ഇതിൽ കാണുന്നത്. അപ്പോൾ 6000 RPM പിടിച്ചാൽ മതി, അതിലും മേലെ പിടിക്കണ്ട. അപ്പോൾ ഗൈസ് നേരെ നമ്മൾ റോയൽ എൻഫീൽഡ് പിടിക്കുക. അപ്പോൾ ഇന്ന് സംഭവിച്ചതല്ല ഇതാണ്. അപ്പോൾ എനിക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾ ദ വേ നമ്മൾ ഇനി അവിടെ വരെ എത്തുന്ന വരെ 3rd ഗിയറിൽ പിടിക്കും. വണ്ടി ഇതുവരെയൊക്കെ ഹീറ്റിംഗ് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. നമ്മൾ പമ്പിൽ കയറി എണ്ണ അടിച്ചു, കാരണം ഫുൾ ടാങ്ക് അടിച്ചു. ഫുൾ ടാങ്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ എന്തായാലും റോയൽ എൻഫീൽഡ് നമുക്ക് വണ്ടി തന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ടാങ്ക് വെച്ചിട്ട് നീങ്ങും. പിന്നെ ബാക്കി യൂസ് ചെയ്യും. അതാണ് സംഗതി. അപ്പോൾ നേരെ ഇനി നമുക്ക് നേരെ റോയൽ എൻഫീൽഡ് പിടിച്ചിട്ട് വിൽ സീ യു ഗൈസ് ദേർ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. സെക്യൂരിറ്റി ഉള്ളിലുണ്ടോ? ഞാൻ വിളിച്ചോട്ടോ. ക്രാന്തിക്കൊന്ന് വിളിക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ച അത്ര ഡെർട്ടായില്ലല്ലേ, കുറച്ചുകൂടെ ചെളിയാവായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഒരു പണി കിട്ടിയത്, അത് ഓൾറെഡി ലൂസായിരുന്നു കുറച്ച്, ഒരു ടൈറ്റ് ആക്കി. ഇതാണ് നമ്മൾ റൈഡ് കഴിഞ്ഞിട്ടുള്ള പരുവം, അല്ല ഇതാണ് നമ്മൾ റൈഡ് കഴിഞ്ഞിട്ടുള്ള പരുവം എന്ന് പറയാം. ഇതാണ് സാധനം. അപ്പോൾ ഇതും മാറ്റേണ്ടി വരും. അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. തിരിച്ച് ബാക്ക് ഓൺ അവർ കുതിര. അപ്പോൾ ബെയർ 650യുടെ നല്ല ഒരു പ്രാക്ടിക്കൽ രീതിയിൽ തന്നെ നമ്മളിന്ന് ഒരു റൈഡ് നടത്തി. അപ്പോൾ അതിൽ എനിക്ക് നല്ല ഫൺ വെഹിക്കിൾ ടു യൂസ്. ഹിമാലയനേക്കാളും എനിക്കിഷ്ടമായത് 650ആണ്. കാരണം ബി CC കൂടുതലുള്ളതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും, അതൊരു റീസൺ ആയിരിക്കാം. പിന്നെ നമ്മുടെ സിറ്റി റൈഡും കാര്യങ്ങളും അങ്ങനത്തേലൊക്കെ എനിക്ക് പേഴ്സണലി ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വണ്ടി ഇഷ്ടമായി. 2-3 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ഗിയർ ഷിഫ്റ്റർ ഞാൻ പറയണം എന്ന് വിചാരിച്ചിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി, അവസാനം ഒടിഞ്ഞു തൂങ്ങി. എനിവേ, അപ്പോൾ സംഗതി എന്താ വെച്ചാൽ, നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഗിയർ ഷിഫ്റ്ററിൻ്റെ ഗ്യാപ്പ് വളരെ ചെറുതാണ്. ഗ്യാപ്പ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ കാല് ഇപ്പോൾ ഗിയർ ഷിഫ്റ്ററിൻ്റെ അടിക്ക് ഇട്ടിട്ട് മേലേക്ക് തട്ടണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്കത് മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് കറക്റ്റ് അടിക്ക് കയറുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് സെറ്റ് ആവുന്നില്ല. അപ്പോൾ അത് റൈഡിംഗ് ബൂട്ട് ഇടുമ്പോഴേ ഒരു പ്രശ്നമുള്ളൂ. കട്ടിയുള്ള തിക്ക് റൈഡിംഗ് ബൂട്ട് ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് ചെറിയൊരു കാര്യമാണ്, അത്ര വലിയ പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, റൈറ്റത്തെ നമ്മുടെ ബ്രേക്കിൻ്റെതും ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു എൻജിൻ. പക്ഷേ എൻജിന് നമ്മൾ അവിടെ നിന്ന് ഇതുവരെ നമ്മൾ റൈഡ് ചെയ്തത് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ റൈഡ്, 1 മണിക്കൂറല്ല, 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ റൈഡ് ചെയ്തത് 3rd ഗിയറിൽ ഇട്ടിട്ടാണ്, ഫുൾ ഓൾ ദ വേ അവിടെ നിന്ന് ഇവിടെ. കാരണം ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ 3rd ഗിയറിൽ ഇട്ട് ഇവിടെ വരെ പോകുന്നതെന്ന് മനസ്സിലാക്കിയത് അതുവരേക്കും വന്നിട്ടും എൻജിൻ അത്ര ചൂടായി കണ്ടില്ല. അതിനിപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണോ, ജനറലി ഈ വണ്ടിയുടെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇനീഷ്യലി വിചാരിച്ചത് ബ്രേക്ക് ലിവർ എൻജിൻ്റെ തൊട്ടടുത്താവുമ്പോൾ നമ്മുടെ കാല് ചൂടാവുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് വരും. അപ്പോൾ വിഷ്ണുദേ അങ്ങനെ പോയി. നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം. അപ്പോൾ ആ എൻജിൻ്റെ ആ ഒരു ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ കാല് വെക്കുമ്പോൾ എൻജിൻ്റെ തൊട്ടടുത്താണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ എൻജിൻ ചൂടായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെ ജനറലി എനിക്ക് നോർമൽ ഫിസിക്സ് റീസൺ തന്നെ സ്പീഡ് കൂടുമ്പോൾ വിൻഡ് കയറുമ്പോൾ ഇത് അത്ര അഗ്രസീവ് എന്ന് പറയാൻ പറ്റുന്ന റൈഡിംഗ് പോസ്റ്റർ അല്ലാത്തതുകൊണ്ട് വിൻഡ് റെസിസ്റ്റൻസ് നമുക്ക് ഏകദേശം ഫീൽ ചെയ്യും. പക്ഷേ ഹിമാലയൻ്റെ അത്ര ഫീൽ ചെയ്യുന്നില്ല ഫോർ സം റീസൺ. ഹിമാലയൻ്റെ അത്ര പ്രശ്നമുള്ളത് തോന്നില്ല. പിന്നെ വലിയ ഇത് ട്വിൻ എൻജിൻ ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണെന്നുള്ളത്. പക്ഷേ നോർമൽ ഒരു കോമൺ മാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വലിയ ഗിയറിൽ ചെറിയ സ്പീഡിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചില വണ്ടികൾ നമ്മൾ 5th ഗിയറിലൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ സ്പീഡ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൊരു വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് വലിച്ചെടുക്കാം. പക്ഷേ ഈ വണ്ടിക്ക് കുറേയൊക്കെ വലിയ ഗിയറിൽ ചെറിയ സ്പീഡിൽ വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ബാക്കി ഒരു ചെറിയ നിമ്പിൾ വണ്ടിയാണ്, അതായത്
നമ്മളെ കയ്യിലിട്ട് പെട്ടെന്ന് മെരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വണ്ടി, നമ്മളൊരു പെറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള വണ്ടി. പക്ഷേ ആവശ്യത്തിന് പവറുണ്ട്, ആവശ്യത്തിന് സ്പീഡ് കയറുന്നുണ്ട്. സ്പോർട്സ് ബൈക്കുകളെ കൂടെ ഒന്നും ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ 160 180 എന്നുള്ള ലെവലിലൊന്നും ഓടിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് ഒരു 120 വരെയൊക്കെ നല്ല ഈസി ആയിട്ട് പോകും. വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റും. വിൻഷീൽഡ് എപ്പോഴും എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ഈ വിൻഷീൽഡ് കൊണ്ട് ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ വലിയ വിൻഷീൽഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ഫീൽസ് ഗുഡ്. എനിക്കതിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ബാക്കി വണ്ടികൾ ഓടിച്ച് നമ്മൾ ആഫ്രിക്ക ടിന്നിൽ കയറുമ്പോൾ എനിക്കതിൻ്റെ ഡിഫറൻസ് ശരിക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ബെയർ 650 പറയാനുള്ളത്. ബെയർ 650 എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ഗുഡ് ബൈക്ക്. ഇറ്റ്സ് എ ഫൺ ബൈക്ക് ടു റൈഡ്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ബൈക്കാണ്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല. വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുന്ന ലാസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അത് ഒരു സ്ക്രാംബ്ലർ ആയതുകൊണ്ടാവാം. ജനറലി സ്ക്രാംബിൾസ് ആർ ഫൺ ടു റൈഡ്. അതുകൊണ്ടായിരിക്കാം അല്ലാതിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് കുറച്ച് അഭിപ്രായങ്ങൾ ബെയർ 650 ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയും കൂടെ ബെയർ 650 റിലേറ്റഡ് ഉണ്ടാവും. കാരണം നമ്മൾ ആ ബ്രേക്ക് ലിവർ ഓടിച്ചിട്ടല്ലോ, ഗിയർ ലിവർ ഓടിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൽ നിന്ന് എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ കോസ്റ്റ് എന്താണ്, ഇൻ കേസ് നിങ്ങൾ ഓഫ് റോഡ് എടുത്ത് ഈ ബെയർ 650 കൊണ്ട് തള്ളിയിട്ട് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ എത്ര വരും, ഇതൊക്കെ എന്തായാലും നമുക്ക് ഇപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മളങ്ങ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് വേണമെങ്കിൽ ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ഒരു റിവ്യൂ വീഡിയോ ഒന്നും കൂട്ടാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് വാസ് എ ഫൺ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ബൈക്ക് GSXR, സുസുക്കിയുടെ GSXR 1000cc, അത് നമ്മൾ ഈ ആഴ്ച അതിൻ്റെ ഒരു വീഡിയോ സെറ്റാക്കുന്നതാണ്. സോ until then I'll see you guys in the next one. Bye bye.